ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. 214 അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, 217 സബ് എഞ്ചിനീയർ, അതേപോലെ 208 കാഷ്യർ തസ്തികകൾ റിപ്പോർട്ട് ചെയ്ത് KSEB. ഈ ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും KSEBയിൽ ഇത്തരം പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത്. അതിന് പ്രകാരം ഇപ്പോൾ നിങ്ങൾക്കത് കേരള PSCയുടെ വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് കേരള PSCയിൽ 26/2022 ജൂനിയർ അസിസ്റ്റൻറ്റ്, കാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റൻറ്റ്, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ KSFE, KSEB, അതേപോലെ കെൽട്രോൺ, അങ്ങനെ നിരവധി ബോർഡ് കമ്പനികളിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, കാഷ്യർ, ജൂനിയർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളുകളായിട്ട് മറ്റ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാതെ KSEB റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. KSEB NJD മാത്രമായിരുന്നു കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 4/1/2025 208 ഫ്രഷ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് വരുന്ന വേക്കൻസികൾ എപ്പോഴും ഉണ്ടാവാറ് KSEBയിലാണ് അല്ലേ? യെസ്, KSEBയിൽ സബ് എഞ്ചിനീയർ, KSEBയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലാണ് കൂടുതലായിട്ട് ഇലക്ട്രിക്കൽ തസ്തികകൾ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളത്, പ്രത്യേകിച്ചും ഡിപ്ലോമ, BTech പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക്. ഇനി PWD, ഓവർസിയർ ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അതിൻ്റെ കൗണ്ട് കുറച്ച് കുറവായിരിക്കും. ദെൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ദെൻ ലെക്ചറർ ഇൻ പോളി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ തുടങ്ങിയിട്ടൊക്കെയുള്ള പോസ്റ്റുകളുണ്ട്. ഓവർസിയർ ഗ്രേഡ് 1, ഗ്രേഡ് 2 തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെയൊക്കെ കൗണ്ട് വളരെ കുറച്ച് കുറവായിരിക്കും അല്ലേ? യെസ്, താരതമ്യേന ഒരു ബൾക്ക് വേക്കൻസി എന്ന് പറയുന്നത് KSEBയിലാണ് ഉണ്ടാവാറ്. സോ കുറേ കാലമായിട്ട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരുന്ന ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സബ് എഞ്ചിനീയറിൽ എത്ര വേക്കൻസികളാണ് വന്നത്? 217 ഫ്രഷ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തീയതി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 4/1/2025. നിലവിൽ ഇതുവരെ 240 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 217 വേക്കൻസികൾ 2022, 23, 24 ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ NJD 23, അങ്ങനെ 240 അഡ്വൈസുകൾ ഓൾറെഡി പോയിട്ടുണ്ട്. ദെൻ പുതുതായിട്ട് 217 ഫ്രഷ് വേക്കൻസികൾ സബ് എഞ്ചിനീയറിൽ റിപ്പോർട്ട് ചെയ്തു. യെസ്, ഇതാണ് അതിൻ്റെ നാൾ വഴികൾ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 217 വേക്കൻസികളിൽ ആദ്യം അഡ്വൈസ് പോയി, അതിൽ 23 NJD വന്നു, അതിനുശേഷം അതും പോയി. ദെൻ ഇപ്പോൾ വീണ്ടും 217 വേക്കൻസികൾ ഫ്രഷായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സബ് എഞ്ചിനീയറിൻ്റെ ഏറ്റവും ലാസ്റ്റ് അഡ്വൈസ് പോയത് പ്രകാരം അതിൻ്റെ റാങ്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓപ്പൺ കാറ്റഗറി 187, 189 ഈഴവ, SCയിൽ 174, അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. 7/8/2024 ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസുകൾ പോയിട്ടുള്ളത്. ദെൻ പിന്നെ വന്നിട്ടുള്ളത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. AE എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് KSEBയിൽ. അതിൽ 214 ഫ്രഷ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അല്ലേ? AEയിൽ ഇതുവരെ ഒരു അഡ്വൈസും പോയില്ല. നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഫ്രഷായി കിടപ്പുണ്ട്. അവിടെ 12/12/2024 നിലവിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഏകദേശം ഒരു 350ഓളം 370ഓളം പേര് മെയിൻ ലിസ്റ്റിലും അത്രത്തോളം പേര് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും വരുന്നൊരു പുതിയൊരു ലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അതിന് പ്രകാരം 214 + 6 ഒരു 7 വേക്കൻസി കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത്രത്തോളം വേക്കൻസികളിലേക്ക് KSEB-Aയിലേക്കും പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്തയാണ്. കുറേ ആൾക്കാർക്ക് ജോലി ലഭിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇവർക്ക് മാത്രമാണോ ഇതുകൊണ്ട് ഗുണമുണ്ടാവുക? അല്ല, മറ്റ് നിരവധി റാങ്ക് ലിസ്റ്റുകൾക്കും ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ പമ്പ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഈ പറയുന്ന സബ് എഞ്ചിനീയർ വേക്കൻസി പ്രകാരം അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ളവരാണ്. ദെൻ ഓവർസിയറായിട്ട് എനിക്ക് പരിചയമുള്ളത് തന്നെ നിരവധി ഗ്രേഡ് 1 ഓവർസിയർ, അതേപോലെ സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഈ പറയുന്ന രീതിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് ഇനി അഡ്വൈസുകൾ പോകും. ദെൻ സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പോകുന്നുണ്ട്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നവർ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പോകുന്നുണ്ട്.
ദെൻ മറ്റ് ഓവർസിയർ ഗ്രേഡ് 1, ഓവർസിയർ ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന സബ് എഞ്ചിനീയറിൻ്റെയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെയും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം മാറ്റങ്ങൾ ഇതിന് കാരണമാവുന്നുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്ന കുറച്ചൊക്കെ ഇലക്ട്രിക്കൽ പരീക്ഷകൾക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതുകൊണ്ട് റിസൾട്ട് കിട്ടും. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജനുവരി 30 ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ വരാൻ വേണ്ടി പോകുന്നുണ്ടല്ലേ. ഇനി ആ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന കുറേയൊക്കെ ആൾക്കാർ ഈ പറയുന്ന സബ് എഞ്ചിനീയർ കിട്ടിയിട്ടും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കിട്ടാനൊക്കെ സാധ്യതയുള്ളവരാണ്. ചിലപ്പോൾ അവരൊന്നുകിൽ പരീക്ഷ എഴുതാതിരിക്കാനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതിയാലും അതിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, സോ അത്തരത്തിൽ മറ്റ് ഉദ്യോഗാർത്ഥികൾക്കും ഇവർക്ക് ജോലി കിട്ടുന്നത് മൂലം ഗുണം ഉണ്ടാവുക തന്നെയാണ് ചെയ്യുക. സോ നിലവിൽ ഇത്തരത്തിൽ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അഭിനന്ദനങ്ങൾ. ദെൻ ഇതിൻ്റെ കുറച്ച് NJDs ഉണ്ടാവും കേട്ടോ. ഈ പറയുന്ന 214 ഫ്രഷ് വേക്കൻസികൾ പോയി കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ NJDകളും റിപ്പോർട്ട് ചെയ്യും. സബ് എഞ്ചിനീയറിലും അത്തരത്തിൽ NJDs ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് ഏകദേശം ഒരു 10% ആൾക്കാർക്ക് വീണ്ടും അഡ്വൈസുകൾ പോകുന്നതായിരിക്കും. അങ്ങനെ പരമാവധി ആൾക്കാർക്ക് അഡ്വൈസുകൾ പോകട്ടെ, ജോലികൾ ലഭിക്കട്ടെ. ഇതിൻ്റെ പ്രോസസ്സുകൾ ഇനി വേഗത്തിൽ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ അഡ്വൈസുകൾ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, യെസ്. സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്